ഭീകരർ ഭാരതത്തിൽ ആക്രമണം നടത്തിയാൽ അത് രാജ്യത്തിനെതിരായ യുദ്ധപ്രഖ്യാപനമായി എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഏതെങ്കിലും ഭീകരർ വിചാരിച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുമെന്നാണ് MA ബേബിയുടെ ആശങ്ക. ഓപ്പറേഷൻ സിന്ദൂർ വിവരിക്കാൻ വിദേശത്തേക്ക് സർവകക്ഷി സംഘത്തെ അയച്ചതിലും ബേബി വിമർശനമുയർത്തി. പാകിസ്ഥാൻ ഭീകരാക്രമണങ്ങൾ നടത്തിയാൽ രാജ്യത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. എന്നാൽ ഇത് എങ്ങനെ സാധ്യമാകുമെന്നാണ് MA ബേബിയുടെ ചോദ്യം. ഏതെങ്കിലും ഭീകരർ വിചാരിച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുമെന്ന ആശങ്കയാണ് MA ബേബി പങ്കുവച്ചത്. പാകിസ്ഥാൻ ഭരണാധികാരികൾ പോലും പങ്കുവെക്കാത്ത ആശങ്കകളാണ് CPM നേതൃത്വത്തിനുള്ളത്. Unbecoming of a responsible country to state that anything happens as a result of a group of terrorists somewhere in the country, we would deem it as an action by these terrorists incited and transported or organized by Pakistan. ഓപ്പറേഷൻ സിന്ദൂർ വിവരിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി സംഘത്തെ അയച്ചതിൽ MA ബേബി വിമർശനമുയർത്തി. അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ പാർട്ടികളുമായി കൂടിയാലോചന നടത്തിയില്ലെന്നായിരുന്നു MA ബേബിയുടെ പരിഭവം. Explain our collective approach towards terrorism, how India is dealing with terrorism, how India is a victim of terrorism. We want to explain these things abroad. We want you also to join. So far as our party is concerned, our party floor leader was approached of Rajya Sabha. He discussed with the party. But how BJP government behaved with other political parties? What is the democratic approach? They should inform the political parties. We want to send delegation, we want this many representatives from your party. Then parties can decide. MA ബേബിയുടെ നേതൃത്വത്തിൽ CPM-ന്റെ MPമാരുടെ സംഘം ജമ്മു കാശ്മീർ സന്ദർശിക്കാൻ തീരുമാനിച്ചു. പഹൽഗാമിൽ 26 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിൽ ഇരയായ കുതിരസവാരിക്കാരൻ സെയ്ദ് ആദിൽ ഷായുടെ കുടുംബത്തെ മാത്രം കാണാനാണ് കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം. അതേസമയം ഇസ്രയേലുമായുള്ള എല്ലാ ബന്ധങ്ങളും വേർപെടുത്താൻ ഭാരതം തയ്യാറാകണമെന്ന ആവശ്യവും MA ബേബി മുന്നോട്ട് വെച്ചു. So party central committee demanded the central government, the Modi government, to stop arms export to Israel. Modi government is continuing with such inhuman collaboration with the Netanyahu government. CC demanded not only stopping of arms export, India government should cut all military and security collaboration with Israel. ബംഗ്ലാദേശികളായി മുദ്രകുത്തി കുടിയേറ്റ മുസ്ലിങ്ങളെ നിർബന്ധിതമായി നാടുകടത്തുന്ന വിഷയമടക്കം CPM കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയായെന്ന് ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ MA ബേബി കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.